എന്നാലും പറയട്ടെ, 10ഓ 12ഓ ക്ലാസ് മദ്രസ ഉണ്ടാകും, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാകും. എന്നിട്ട് ആ പഠിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവർക്ക് പഠിപ്പിക്കുന്ന അവരുടെ വിദ്യാഭ്യാസങ്ങൾ, അവരുടെ ജീവിത ശൈലി, അവരുടെ മര്യാദകൾ, ഉമ്മ എങ്ങനെ, വാപ്പ എങ്ങനെ, ഭർത്താവ് എങ്ങനെ, ഭാര്യ എങ്ങനെ, കുടുംബം എങ്ങനെ, അയൽവാസികൾ എങ്ങനെയാണ് ജീവിതം, എല്ലാം പഠിപ്പിക്കുന്നു. എല്ലാ ക്ലാസ്സിലും മാറി മാറി പഠിപ്പിക്കുന്ന പല പാഠങ്ങൾ. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചു. ഒരു മുസ്ലിം ഇസ്ലാം മതം പരിപൂർണമായ മതമാണ്. ഇങ്ങനെയുള്ളൊരു മതം വേറെ കാണാൻ കഴിയില്ല. വെറുതെ ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതുമല്ല ഇത്. യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാ. എന്തുകൊണ്ടിട്ട് എങ്ങനെയാണ് നഖം വെട്ടേണ്ടത്, എങ്ങനെയാണ് മീശ വെട്ടേണ്ടത്, എങ്ങനെയാണ് താടി വളർത്തേണ്ടത്, എങ്ങനെയാണ് മുടി കളയേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് ചെരുപ്പ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് ബാത്റൂമിലേക്ക് കയറേണ്ടത്, എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, എങ്ങനെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് വീട്ടിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, ഇതെല്ലാം വ്യക്തമായി പഠിപ്പിക്കുന്ന മതം ഈ ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ്. എന്നാൽ നിന്റെ മക്കൾക്ക് പഠിപ്പിക്കുന്നതോ ആ പാഠം തന്നെയാണ് എങ്കിൽ ആ പാഠം നിന്റെ മക്കളിൽ ഉണ്ടോ? അല്ലേ? ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി വളർത്തിയത്, മുടി കട്ടാക്കിയത്, വെട്ടിയത് ഇങ്ങനെയാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പെരടിനേക്കാൾ താഴെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുടി വരുന്ന പതിവില്ല. ഇതെല്ലാം കുട്ടികൾ പഠിക്കും. പഠിച്ചിട്ട് എക്സാമിലെല്ലാം എങ്ങനെയാണ് മുടി കട്ടാക്കേണ്ടത്, എങ്ങനെയാണ് മുടി വെട്ടേണ്ടത്, ഇതെല്ലാം ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിന് ആൻസർ എഴുതി ഫസ്റ്റ് റാങ്കും കിട്ടി. 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് ശേഷം പ്രസൻറ്റേഷനും ഗിഫ്റ്റും കപ്പും അതൊക്കെയും കിട്ടി. ഷോക്കേസിൽ കൊണ്ടുവന്ന് അഭിമാനത്തോടു കൂടെ വെച്ചു. വന്നവരോടൊക്കെ പറഞ്ഞു, ഉസ്താദേ ഇത് എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ ഫസ്റ്റായത്, 7ാം ക്ലാസ്സിൽ മോൾക്ക് ഫസ്റ്റ് കിട്ടിയത്, 10ാം ക്ലാസ്സിലെ റാങ്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടു കൂടെ പറയും. എന്നിട്ട് ആ മോൻ്റെ തലയുടെ ടൊപ്പി ഒന്ന് എടുത്തു നോക്കൂ. നീ പള്ളിയിലേക്ക് വന്ന, മദ്രസയിലേക്ക് വന്ന മുടി എങ്ങനെയാണ് കളയേണ്ടതെന്ന് പഠിപ്പിച്ച ആ ഉസ്താദ് ഒന്ന് ആ ടൊപ്പി ഒന്ന് ടവലൊന്ന് എടുത്തു നോക്കിയാൽ ആ കക്കൂസ് കഴുകുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഇങ്ങനെ ബെൻഡായിട്ടൊരു ബ്രഷ് ഉണ്ട് കക്കൂസ് കഴുകുന്നത്, ബെസിൻ കഴുകുന്നത് കക്കൂസിൻ്റെ, ആ രീതിയിലുണ്ടാവും മുടി ഇങ്ങനെ. ഞങ്ങളുടെ നാട്ടിൻ്റെ മുള്ളുഹന്തി എന്ന് പറയും. എന്ത് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതിന്? മുള്ളുഹന്തി, ഈ പന്നി, എന്താ ചേരാ പറയുന്നത്? മുള്ളം പന്നി. മുള്ളം പന്നി. മോൻ്റെ തലേൻ്റെ മുടി പെരുന്നാളിന് കട്ടാക്കിയത് മുള്ളം പന്നിൻ്റെ രീതിയിൽ. ഇത് മക്കളുടെ അവസ്ഥ. കുറേ കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ തലയെല്ലാം നോക്കണം. ഏതോ ഈ ഹനുമാന്റെ ചരിത്രത്തിൽ പഠിക്കുന്ന ലങ്കൻ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ രീതിയിൽ തലയിൽ ഇങ്ങനെ മുടി കച്ചവടം ചെയ്യുന്ന രീതിയിലുള്ള അവസ്ഥ. തല ഇങ്ങനെ ഈ രീതിയിൽ മുടി വളർത്തിയിട്ട്, പുല്ലുപോലെ മുടി വളർത്തിയിട്ട്. പടച്ചവന് എന്തിനാ രീതിയിലും നടക്കുന്നു? എന്നിട്ട് ഉസ്താദ് ചോദിച്ചാൽ മുടി അങ്ങനെ വളർത്തരുത് എന്ന് പറഞ്ഞാലോ, നഖം അങ്ങനെയല്ല, അങ്ങനെ വെക്കരുത്, കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലോ, വസ്ത്രം അങ്ങനെയല്ല ധരിക്കേണ്ടതെന്ന് പറഞ്ഞാലോ, പിന്നെ പോയിട്ട് ഉസ്താദിന്റെ കേസ് നാട്ടിൽ ഗുളുമാളായി കമ്മിറ്റി തുറത്ത് മീറ്റിംഗ് വിളിച്ചു. പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് അടിയന്തര മീറ്റിംഗ്. എന്താ ഉസ്താദിന്റെ ഒരു പ്രശ്നമുണ്ട്? എന്താ പ്രശ്നം? ഉസ്താദ് ജോറാക്കുന്ന പിള്ളേരെ, ഉസ്താദ് അടിക്കുന്ന വിദ്യാർത്ഥികളെ. അതുകൊണ്ട് ആ ഉസ്താദാവല്ല. ഇനി അടുത്ത വർഷം പിന്നെ പള്ളി തുടങ്ങുന്ന സമയത്ത്, മദ്രസ തുടങ്ങുന്ന സമയത്ത്, ബേജാറാവണ്ട പറയുന്നില്ലേ, അടുത്ത വർഷം മദ്രസ തുടങ്ങുന്ന സമയത്ത് സദർ ഉസ്താദ് ജിബ്രീലാവണം, അതേപോലെ ബാക്കി മൗലവികൾ മിക്കായിലും ഇസ്രാഫിലും അസ്റായിലും ആവണം. എന്നാലത് ശരിയാവും. അങ്ങനെയല്ല, ശരിയുള്ള ഉസ്താദുമാരെ കൊണ്ടുവന്നു. അങ്ങനെ 1 മാസം ആകുന്ന സമയത്ത് നല്ല ഉസ്താദുമാർ, നല്ല ഉഷാറാണ്. കഴിഞ്ഞ ഉസ്താദുമാരൊന്നും പോരാ. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഉസ്താദ് തിരക്കേടില്ല. 4-5 മാസം കഴിയുമ്പോഴും ഉസ്താദ് അത്രയൊന്നും പോരാ. 6-7 മാസം കഴിഞ്ഞ സമയത്ത് ഉസ്താദൊന്നും അത് ശരിയാവില്ല, അതത്ര ശരി കാണുന്നില്ല. ആ ഉസ്താദിന്റെ സ്വഭാവം ഇങ്ങനെ, ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെ. 9-10 മാസം പ്രസവിക്കാനാകുന്ന സമയത്ത് അങ്ങനെ പിന്നെ അവസാനം പ്രസവിച്ചു, പള്ളിയിൽ നിന്ന് പറഞ്ഞയച്ചു. ഉസ്താദ് അടുത്ത കൊല്ലം വേറെ ഉസ്താദുമാർ. സംഭവം എന്താ? മോന്റെ മോന് കണ്ട രീതിയിൽ ഭ്രാന്തന്മാരെ പോലെ ജീവിക്കാൻ ഉസ്താദ് അനുമതി കൊടുക്കുന്നില്ല. ഉസ്താദ് അനുവദിക്കുന്നില്ല ഭ്രാന്തന്മാരെ പോലെ ജീവിക്കാന്. അതാണ് പ്രശ്നം. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാത്തതിന്റെ പേരിലാണ് ഉസ്താദ് ശരിയൊരു തല്ല് തല്ലിയത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ, ഇവിടെ നാട്ടിൽ എങ്ങനെ, ഞങ്ങളുടെ നാട്ടിലെ കുറെ പള്ളിയിലുണ്ട് ഒരു ഫാഷൻ. പെരുന്നാളിന് ജുമാ നിസ്കാരത്തിന് 2.5 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളെ പള്ളിക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്.
അതേ മനുഷ്യന് 12, 18, 20 വർഷ പ്രായമായ ചെറുപ്പക്കാർ ബാലക്കാരുണ്ട്, അവനെ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരുന്നില്ല. പള്ളിക്ക് കൊണ്ടുവരുന്ന 4.5 വയസ്സ് 5 വയസ്സായ കുട്ടികളെ പാടില്ലടോ. 7 വയസ്സിനേക്കാൾ താഴെയുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനേ പാടില്ല. അപ്പൊ പറയും ഉസ്താദേ, പള്ളിയിലും കാർപ്പറ്റിനും മുസലൊന്നും പ്രശ്നമില്ല, മൂത്രിക്കൂല, പേമ്പർസ് ഇടും. പള്ളിയിൽ വെച്ച് പാത്രത്തിലാണെങ്കിലും പേമ്പർസിലാണെങ്കിലും എന്തിലാണെങ്കിലും മൂത്രിക്കൽ ഹറാമാണ്. നിന്റെ കുട്ടി പേമ്പർസ് ധരിച്ചിട്ട് അതിലാണ് ഷഡിന്റെ ഉള്ളിലേക്കാണ് 4 വർഷം പ്രായമായ കുട്ടി മൂത്രിച്ചാൽ അത് ഹറാമ തന്നെയാണ്. അതുകൊണ്ട് കൊണ്ടുവരാൻ പാടില്ല. ഉസ്താദിന്റെ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ അത് പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതല്ലേ. പഠിക്കാൻ പള്ളിയിലേക്കല്ല കൊണ്ടുവരേണ്ടത്, പഠിക്കാൻ മദ്രസയിലേക്ക് കൊണ്ടുപോകേണ്ടത്. പഠിക്കാൻ നിന്റെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കേണ്ടത്. പള്ളിയിൽ 4 വർഷത്തിലെ കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ല. 7 വർഷം പ്രായമായതിനു ശേഷമേ പഠിക്കാൻ പള്ളിയിലുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അവന് 15, 20, 25 വർഷം പ്രായമായ ചെറുപ്പക്കാരുണ്ട്. ആ മനുഷ്യനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന വിഷയമേ ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഉസ്താദിനെ കുട്ടികളെ തല്ലാൻ പാടില്ല. അത് ശരി തന്നെയാണ്. ഇസ്ലാമും പഠിപ്പിക്കുന്നത് തല്ലരുത്. ഇന്ത്യൻ പീനൽ കോഡും അതേപോലെ ഇന്ത്യൻ കാനൂണും പഠിപ്പിക്കുന്നത് തല്ലരുത്. പക്ഷേ അദബിന് വേണ്ടി, മര്യാദയ്ക്ക് വേണ്ടി 1-2 ചെറിയൊരു അടികൊണ്ടാൽ അതിലൊന്നും പ്രശ്നമുണ്ടാവാനില്ല. അങ്ങനെ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ടാൽ, ഉമ്മയുടെയും ബാപ്പയുടെയും കയ്യിൽ നിന്ന് അടികൊണ്ടാൽ, നാളെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും അടികൊള്ളേണ്ടി വരില്ല. ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ഉമ്മയുടെയും ബാപ്പയുടെയും കയ്യിൽ നിന്ന് അടികൊണ്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ തല്ലുകൊല്ലും, ഇല്ലെങ്കിൽ പോലീസുകാർ തല്ലുകൊല്ലും, അല്ലെങ്കിൽ എൻകൗണ്ടർ ആക്കിയിട്ട് അവനെ തീർക്കും. അങ്ങനെയുള്ള സ്വഭാവമാണ് മക്കൾക്കുണ്ടാകുന്നത് അല്ലേ. പറയാൻ ധാരാളമുണ്ട്. എൻ്റെ വാക്കുകൾക്ക് വീണ്ടും ഞാൻ പറയട്ടെ, വിരാമം കുറിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് ചേഞ്ച് ആവാം. ഒരു ബദലാവണേ, ഒരു ചേഞ്ചസ് അത് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ. അല്ലെ, വീട്ടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ധാരാളം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അമ്മോശം കാക്ക അഥവാ കാക്കയും അമ്മായും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും അടിയും പിടിയും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ധാരാളം ഉണ്ടായിരുന്നു. എണ്ണിയാൽ തീരാത്ത, സുബൈ വരെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. അല്ലറ ചില്ലറ വിഷയങ്ങൾക്കല്ലേ. മരുമോൾക്ക് കാക്കയും അമ്മായിയും കാണാൻ കഴിയുന്നില്ല അല്ലേ. ഭർത്താവിൻ്റെ ബാപ്പയും ഉമ്മയും കാണാൻ കഴിയുന്നില്ല. അതേപോലെ അവർക്കാണെങ്കിലോ മരുമക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ കുറേ ഉണ്ട് അടിയും പിടിയും ഗുളുമാളും യുദ്ധങ്ങളും. വീട്ടിൽ വെച്ച് അവസാനം തലാക്ക്, അല്ലെങ്കിൽ വന്ന് കൊന്നിട്ടെറിയ. ഇന്നലെ ഒരു കേസ് അങ്ങനെ കണ്ടു അല്ലേ. പിന്നെ മരുമോളെ അമ്മായി തല്ലി കൊന്നത് ബീഹാറത്തെന്ന് തോന്നുന്നു. ഇത്രയുണ്ട് കഥകൾ. ചെറിയ വിഷയങ്ങൾക്കാണ് പ്രശ്നം. പോട്ടെ, വിശദീകരിച്ചാൽ സുബഹി വരെ തീരാത്തത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച ഒരു തത്വ സിദ്ധാന്തമുണ്ട്. അത് മഹത്തായ സിദ്ധാന്തമാണ്. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നടക്കുന്ന ഉറൂസ് ഉണ്ടല്ലോ, ഇത് എന്തിനാണെന്നറിയണോ? ഒന്നാമത് അവരെ ബഹുമാനിക്കാൻ, അവരോട് ഇസ്തിഗാസ നടത്താൻ, തവസ്സുല് ചെയ്യാൻ. ഷഹീദാണ് ഇവിടെ കിടക്കുന്നത്. സൂഫി ഷഹീദ് വലിയുള്ള മരിച്ചിട്ടില്ല. അത് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് വഅലിന് വന്ന ഉസ്താദല്ല, പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉം വഅൻതും ലാ തശ്ഉറൂൻ. വലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു പോകരുതേ, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ, നിങ്ങളെ അല്ലാഹുവിന്റെ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കന്മാരെ സംബന്ധിച്ച് അവർ മരിച്ചു എന്ന് പറയരുതേ. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വഅൻതും ലാ തശ്ഉറൂൻ, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾക്കറിയില്ല. അവർ ജീവിക്കുന്നുണ്ട്, മരിച്ചിട്ടുണ്ട് എന്ന് പറയരുത് എന്ന് മാത്രമാണോ? അല്ല, മറ്റൊരു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, നീ വിചാരിക്കാൻ പോലും പാടില്ല അവർ മരിച്ചു പോയവരല്ലേ എന്ന് വിചാരിക്കാൻ പോലും പാടില്ല, അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. റബ്ബ് അവർക്ക് വേണ്ടുന്ന സകലമാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാ. മരിച്ച വലിയനല്ല വിളിക്കുന്നത്, മരിച്ച വലിയനെയും വിളിക്കാം.
മരണം എന്തെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞവർക്ക്, മരണം എന്ത് എന്ന് അറിയാത്തവർക്ക് വിളിക്കാൻ പാടില്ല. കുറെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറവുണ്ട്, സലഫി, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ഷിയ ഉള്ള അലവലാദികളൊക്കെ വന്ന് പ്രത്യക്ഷമായിട്ടുണ്ട്. അവരെ വിളിക്കരുത്, ആരെയും വിളിക്കരുത്. അവസാനം അവനെ തന്നെ അവന് വിളിക്കാൻ പാടില്ല. പടച്ചവനെ വിളിക്കാൻ ഏതായാലും പാടില്ല, അവനെ തന്നെ അവന് വിളിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പുതിയ പുതിയ സിദ്ധാന്തം അവരൊക്കെ കൊണ്ടുവന്നത്. അത് വിശദീകരിക്കുന്നില്ല പറഞ്ഞു വരുന്നത്. അള്ളാഹു പഠിപ്പിക്കുന്നത് സുഹദാക്കന്മാർ മരിച്ചിട്ടില്ല. വേറെയും ധാരാളം ഹദീസുകളുണ്ട്, ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ മരിക്കാതെ ജീവിച്ചിരിക്കുകയാണെന്നുള്ളതൊക്കെ അത് വേറെ വിഷയം. ഇത് സ്പഷ്ടമായിട്ട് ഖുർആനോട് ആയത്തിലൂടെ അങ്ങനെ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയന്റെ അരികിലേക്കാണ് നാം വരുന്നത്. അവരുടെ കാവലും മദതും എന്നും നമുക്കുണ്ടാകും. പറയട്ടെ, വീണ്ടും പറയട്ടെ, ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളിയുടെ പരിസരത്ത് കിടന്നുറങ്ങുന്ന, മരിച്ചു കിടക്കുന്ന അല്ല കിടന്നുറങ്ങുന്ന, ഇതിൽ എഴുതിയതും അങ്ങനത്തെ നോട്ടീസിലൊക്കെ കാണാം ആ രീതിയിൽ തന്നെ. പിന്നെന്ത്, അന്ത്യവിശ്രാന്തി പടയിത്ര വിശ്രാന്തി എടുക്കുന്ന, കിടന്നുറങ്ങുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സന്നിധിയിൽ പോയിട്ട് ഒരു ഖുർആൻ ഓതിയിട്ട് അവരോട് നേരിട്ട് ഇസ്തിഗാസ നടത്തിയിട്ട് പടച്ച റബ്ബിനോട് അവർ തവസ്സുൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്തിട്ട് അങ്ങനെ മക്കളുടെ ഖൽബിലേക്ക് ഈമാനികമായ പ്രകാശം ഇട്ടുകൊടുക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാർ, ആലിമ്യങ്ങൾ, ആരിഫീങ്ങൾ, ശുഹദാക്കന്മാരെ സ്നേഹം അവരുടെ ഖൽബിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നാം ശ്രമിക്കണം. അങ്ങനെയാ വേണ്ടത്. മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പഠിപ്പിക്കണം. നിസ്കാരം മാത്രം പഠിപ്പിക്കണം എന്നല്ല, ഇസ്ലാമിന്റെ സകലമാന പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അതില്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ 2 മണിയാകുന്നത്. ചോദിക്കട്ടെ, ഇരുന്നവരോട്, ലൈവിലൂടെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ മോൻ ദൈനംദിനം നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എത്ര മണിയാകുന്നുണ്ട്? എന്താണ് അവൻ്റെ പണി? എന്താണ് അവൻ്റെ പണി? അങ്ങാടിയിൽ ജോലി ചെയ്യുന്നവനാണ്, ആ കട അടക്കുന്ന സമയത്ത് 2 മണിയാണ്, ആ പ്രശ്നമില്ല, വിഷയമല്ല. അതൊന്നും ഇല്ലാതെ നിന്റെ മോൻ 2 മണി വരെ, 12 മണി വരെ, 11 മണി വരെ എവിടെ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും എന്താ അവന് പണി? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതെന്തിനാ പറയുന്നതറിയോ? നിന്റെ മോൻ നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, നിന്റെ മോനെ കൊണ്ട് നീ ശപിക്കപ്പെട്ടവനാവാതിരിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അല്ലേ, നീ മരിച്ചതിന് ശേഷം നിന്റെ മക്കൾ നിനക്ക് ദുആ ചെയ്യുന്നില്ല എങ്കിൽ, നീ മരിച്ചാൽ നിനക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള അർഹതയില്ല എങ്കിൽ, നിന്റെ മോനും നിന്റെ മോളും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം വീട്ടിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ, എന്തിനാ ആ മക്കളെ നീ വളർത്തുന്നത്? എന്തിനാ ആ മക്കൾക്ക് നീ വീടുണ്ടാക്കി കൊടുക്കുന്നത്? എന്തിനാ ആ മക്കൾക്ക് അധ്വാനിച്ച പണം ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് നിന്റെ മക്കൾക്ക് ചെലവിന് നൽകുന്നത്? എന്തിന്? ഒന്ന് പറയ്, എന്തിന്? മരിക്കുന്ന സമയത്ത് നിന്റെ മക്കളുടെ മുഖം കാണുന്ന സമയത്ത് പടച്ചറബ് ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു വർഗത്തിന് എനിക്ക് മക്കളായി തന്നല്ല റബ്ബേ എന്ന് ദുഃഖിക്കേണ്ടി വരുന്നു എങ്കിൽ എന്തിനാ മക്കളെ നീ വളർത്തുന്നത്? അള്ളാഹു നിനക്ക് മക്കളെ നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിനെ സ്വീകരിച്ച് ആ രീതിയിൽ വളർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അത് നിന്ന് നിറവേറ്റുന്നുണ്ടോ? അല്ലേ? മക്കളുടെ അവസ്ഥ കുറേണ്ട് പറയാൻ. ചെറുപ്പക്കാരോട് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ചെറുപ്പക്കാരാ, നിന്റെ ബാപ്പ ആരാണെന്നറിയോ? നിന്റെ സ്വർഗം ഉണ്ടല്ലോ, നിന്റെ സ്വർഗം എരുമാട് പള്ളിയിലില്ല, നിന്റെ സ്വർഗം റമദാനിലില്ല, നിന്റെ സ്വർഗം ലൈലത്തുൽ ഖദ്റിലില്ല, നിന്റെ സ്വർഗം കഅബാലയത്തിലില്ല, നിന്റെ സ്വർഗം ഹജ്ജിലില്ല, നിന്റെ സ്വർഗം ഉംറയിലില്ല, നിന്റെ സ്വർഗമാണെങ്കിൽ ഹജറുൽ അസ്വദിലില്ല. നിന്റെ സ്വർഗമുള്ളത് എവിടാണെന്നറിയണോ? നിന്റെ സ്വർഗമുള്ളത് നിന്റെ ഉമ്മയുടെ കാളിൻ്റെ അടിഭാഗത്താണ്. നിന്റെ സ്വർഗമുള്ളത് നിന്റെ ഉപ്പയുടെ കാളിൻ്റെ അടിഭാഗത്താണ്. അപ്പൊ നിസ്കാരമോ, ഹജ്ജോ, നോമ്പോ, ഖുർആൻ ഓത്തോ, ദിക്റുകളോ, തസ്ബീഹുകളോ, അതെല്ലാം സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം അതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നിനക്ക് തരും. സ്വർഗത്തിലേക്ക് പോകുന്നത് നിന്റെ നിസ്കാരത്തിന്റെ നീളം കണ്ടിട്ടല്ല. പടച്ച റബ്ബ് നിന്നെ സ്വർഗത്തിലേക്ക് അയക്കുന്ന നിന്റെ ഖുർആൻ ഓത്തിന്റെ ഖതം തീർത്തതിന്റെ പേരിലല്ല. നീ 5 പ്രാവശ്യം 50 പ്രാവശ്യം നീ പടച്ച തമ്പുരാന്റെ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്തതിന് വേണ്ടിയിട്ടല്ല പടച്ച റബ്ബ് നിനക്ക് സ്വർഗം തരുന്നത്. അല്ലാഹു സ്വർഗം തരുന്നതോ അത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്.
അള്ളാഹുവിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ, റഹ്മത്തുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. അള്ളാഹുവിന്റെ സ്നേഹമുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. അള്ളാഹുവിന്റെ സ്നേഹം ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹത്തിലാണ്. അള്ളാഹുവിന്റെ കോപം ഉമ്മയുടെയും വാപ്പയുടെയും കോപത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ ഹജ്ജും നിന്റെ സകലമാന സൽക്കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടണോ? ഉമ്മയുടെ ഖിദ്മത്ത് ചെയ്യാതെ പടച്ചറബ് സ്വീകരിക്കില്ല. ബാപ്പയുടെ ഖിദ്മത്ത് ചെയ്യാതെ പടച്ചറബ് നിന്റെ നിന്ന് ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കില്ല. ഉമ്മയുടെയും ബാപ്പയുടെയും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. മോനെ, ഗൾഫിലേക്ക് ഒരു വിസയുണ്ട്. പോയാൽ 1 ലക്ഷം ശമ്പളമാണ്. റൂം ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, ടിക്കറ്റ് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അങ്ങനെ ഫ്രീ ഉണ്ട് എന്ന് വെച്ചിട്ട് നീ എരുമാടിൽ വെച്ച് താമസിച്ചാൽ അത് കിട്ടില്ല. അതിന് പാസ്പോർട്ട് വേണം, അതിന് വിസ വേണം. വിസയും പാസ്പോർട്ടും ഉണ്ടായാലേ ഈ ശമ്പളവും മറ്റുള്ള സൗകര്യങ്ങളും കിട്ടൂ. അതേപോലെ സ്വർഗത്തിലേക്ക് പോകണോ? സ്വർഗത്തിൽ ധാരാളം സഫലത്തുകളുണ്ട്, ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അത് നിനക്ക് കിട്ടണോ? സ്വർഗത്തിലേക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകണോ? ഉമ്മയുടെയും ബാപ്പയുടെയും അതവേ പാസ്പോർട്ട് വിസയാണ് ഉമ്മയും ബാപ്പയും. ഉമ്മയും ഉപ്പയുടെയും പൊരുത്തമില്ല സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, നീ എത്ര നല്ലവനാണെങ്കിലും, നീ എത്ര വലിയവനാണെങ്കിലും, എത്ര അധികാരി വർഗത്തിൽ പെട്ടവനാണെങ്കിലും, എത്ര സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര അനുയായികൾ നിനക്ക് ഉണ്ടെങ്കിലും, നിനക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര ആളുണ്ടെങ്കിലും, നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, നിന്റെ കാരണത്താൽ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിന് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, അവരുടെ കണ്ണീര് വലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ആരുണ്ടായിട്ടും കാര്യമില്ലടോ. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും സ്നേഹം നിനക്കില്ലേ? നീ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമായവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിനക്കുണ്ടാവില്ല, റബ്ബിന്റെ അനുഗ്രഹം നിനക്കുണ്ടാവില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആരാണ് നിന്റെ ഉമ്മെന്നറിയണോ? നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത നിന്റെ ഉമ്മ, അതിനേക്കാൾ കൂടുതൽ നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അധ്വാനിച്ച പണങ്ങൾ നിനക്ക് വേണ്ടിയായിരുന്നു. അതേപോലെ അദ്ദേഹം കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയായിരുന്നു. വേർപ്പിന്റെ വെള്ളം ഒലിപ്പിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു. അയാൾക്ക് പനി വന്നപ്പോ, അദ്ദേഹത്തിന് വയറുവേദന ഉണ്ടായപ്പോ, നടക്കാൻ കഴിയാത്ത സമയത്ത് പോലും അധ്വാനിച്ചത് നിനക്ക് വേണ്ടിട്ടോ. നീ ചെറിയ കുട്ടിയുണ്ടാകുന്ന സമയത്ത് നിന്റെ ഉമ്മയുടെയും നിന്റെ ഉപ്പയുടെയും മടിത്തട്ടിലേക്ക് മൂത്രമൊഴിച്ചവനാണ്, നീ തുപ്പിയവനാണ്, നീ ഛർദിച്ചവനാണ്. എല്ലാം സഹിച്ചു ചിരിച്ചു, അതെല്ലാം സ്വീകരിച്ചു നിന്റെ ഉമ്മയും ഉപ്പയും. അതേ രീതിയിൽ ആ ഉമ്മയും ഉപ്പയും വയസ്സാകുന്ന സമയത്തോ ചിലപ്പോൾ നിന്റെ വീടിന്റെ അകത്ത് വെച്ച് അത് കാട്ടിച്ചേക്കാം നിന്റെ ബാപ്പ, മൂത്രിച്ചേക്കാം നിന്റെ ബാപ്പ. നിന്റെ മൂത്രവും കാട്ടും ആ ഉമ്മക്കും ബാപ്പക്കും ദുർഗന്ധം ഭവിച്ചിട്ടില്ല. അതേപോലെ നിന്റെ ഉമ്മയും ബാപ്പയും വയസ്സാകുന്ന സമയത്ത്, മോനെ, നീ കുഞ്ഞാകുന്ന സമയത്ത് നിനക്ക് ഉമ്മയല്ലാതെ ബാപ്പയല്ലാതെ ആരുമില്ലായിരുന്നല്ലോ. അതേപോലെ നീ വയസ്സാകുന്ന സമയത്ത് നിന്റെ ഉപ്പക്കും ഉമ്മക്കും വയസ്സാകുന്ന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടവർ ജീവിക്കുമ്പോൾ, രോഗശൈലാകുന്ന സമയത്തടോ അവർക്ക് നീയല്ലാതെ ആരുമില്ലടോ മോനെ. അവർക്ക് നിന്റെ സ്നേഹം അപ്പോഴാണ് വേണ്ടത്, അവർക്ക് നിന്റെ സഹായം അപ്പോഴാണ് വേണ്ടത്. വയസ്സായ ഉമ്മയും ബാപ്പയും ഖിദ്മത്ത് ചെയ്യുന്ന മനസ്സ് നിനക്കുണ്ടോ? ഉമ്മയും ബാപ്പയും ഖിദ്മത്ത് ചെയ്യാൻ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നീ ഭാഗ്യവാനാണ് മോനെ. നിങ്ങൾക്കറിയോ, ഈ അടുത്ത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അറബിയായ ഒരു മനുഷ്യൻ, ഏകദേശം 70 വർഷം പ്രായമുള്ള ഒരു മനുഷ്യന് 75 പ്രായമുള്ള ജ്യേഷ്ഠന് വേണ്ടി കേസ് കൊടുക്കുകയാ. എങ്ങനെ? 70 വർഷം പ്രായമുള്ള അനിയൻ 75 വർഷം പ്രായമുള്ള ജ്യേഷ്ഠനെതിരെ സുപ്രീം കോടതിയിലേക്ക് അപ്പീലിടുകയാണ്, അഥവാ കേസ് കൊടുക്കുകയാണ്. എന്താ കേസ് അറിയോ? 100 വർഷം പ്രായമായ വയസ്സായ ഒരു ബാപ്പയുണ്ട് അവർക്ക്. 70 വർഷമുള്ള അയാളും വയസ്സനാണ്, 75 വർഷമുള്ള ജ്യേഷ്ഠനും വയസ്സനാണ്. ബാപ്പക്ക് 100 വർഷമായി.
എന്നാൽ ബാപ്പയെ നോക്കുന്നത് ആരറിയോ? ജ്യേഷ്ഠനാണ് ബാപ്പയെ നോക്കുന്നത്. അങ്ങനെ അനിയൻ കേസ് കൊടുത്തു. എന്തറിയോ? എൻ്റെ ബാപ്പയെ എനിക്കും തരണം, എനിക്കും എൻ്റെ ബാപ്പയെ നോക്കാൻ ഹക്കുണ്ട്, എനിക്കും അർഹതയുണ്ട്. ഞങ്ങളുടെ നാട്ടിലെന്ത് കുറെ സ്വത്തും സമ്പത്തുമുണ്ട് ബാപ്പക്ക്. അപ്പം എന്താക്കുന്നത്? അതെല്ലാം ഓതിയാക്കി അങ്ങനെ ഓഹരിയാക്കി കൊടുത്തു എല്ലാവർക്കും. അവസാനം ബാപ്പ ആരെ പേരിൽ താമസിക്കുന്ന? ജ്യേഷ്ഠൻ പറയും എനിക്ക് സൗകര്യമില്ല. രണ്ടാമത്തെ ആൾ പറയും എനിക്ക് എൻ്റെ തന്നെ കഷ്ടം. മൂന്നാമത്തെ ആൾ പറയും എൻ്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യയ്ക്കും എപ്പോഴും അസുഖമാണ്, ഉമ്മയും ബാപ്പയും നോക്കാൻ എനിക്ക് പ്രയാസം. അങ്ങനെ 5-6-8 മക്കളുണ്ട്. എല്ലാവരെയും ഒരുപോലെ ഉമ്മയും ബാപ്പയും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അരിശം വരും, അല്ലെ മോന് അരിശം വരും, മോൾക്ക് ദ്വേഷം വരും, അവർക്കത് ബേജാറാവും. അങ്ങനെ പേടിച്ചിട്ടാണ് ഉമ്മയും ബാപ്പയും ജീവിക്കുന്നത്. ചുരുക്കത്തിൽ കാര്യം പറയുന്നില്ല, പറഞ്ഞു വരുന്നത് അറബി അങ്ങനെ കേസ് കൊടുത്തു. എൻ്റെ ബാപ്പയെ നിരന്തരം വർഷങ്ങളോളമായി എൻ്റെ ജ്യേഷ്ഠനെ നോക്കുന്നത്, ഖിദ്മത്ത് ചെയ്യുന്നത്, എനിക്കും എൻ്റെ ബാപ്പയുടെ ഖിദ്മത്ത് ചെയ്യാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്, ബാപ്പയെ വിട്ടു തരണം. കോടതിയിൽ കേസ് അങ്ങനെ ചർച്ച ചെയ്തു, വക്കീലന്മാരൊക്കെ ചർച്ച ചെയ്തു, വാദിച്ചു. അവസാനം ജഡ്ജി, ഇസ്ലാമിക് ജഡ്ജ്, സൗദി അറേബ്യ ഗവൺമെന്റ് തീരുമാനിച്ചു അനുജനും ബാപ്പയെ വിട്ടുകൊടുക്കണം കുറച്ച് സമയം. ഒരൽപ്പം നീ നോക്കട്ടെ, ഒരു നൽപ്പം അവന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഹരി ചെയ്ത് കൊടുത്തു. 1 മാസം 2 മാസം അനിയൻ നോക്കട്ടെ, 1-2 മാസം ജ്യേഷ്ഠൻ നോക്കട്ടെ. അങ്ങനെ അവസാനമായിട്ട് അനിയൻ ബാപ്പയുടെ കയ്യും പിടിച്ച് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ജ്യേഷ്ഠൻ അനിയൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട അനിയ, എൻ്റെ സ്വർഗത്തെ നീ കേസ് കൊടുത്തിട്ട് വലിച്ചു കൊണ്ടുപോയല്ലോ, എൻ്റെ സ്വർഗത്തിന് നീ കേസ് കൊടുത്തിട്ട് വലിച്ചു കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ അനിയൻ്റെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. അതാണ് ബാപ്പയോടുള്ള സ്നേഹം. മക്കള് പറയേണ്ടത് പടച്ചവന് എനിക്ക് ഉമ്മ ബാപ്പയുടെ സ്വത്ത് വേണ്ട, എനിക്ക് ബാപ്പയുടെ മരിച്ചുപോയ ബാപ്പയുടെ സ്വത്തിന്റെ വിഷയത്തിലാണ് പ്രശ്നമുള്ളത്. ജ്യേഷ്ഠനും അനുജനും അടിപിടിയാണ്, കോടതി കയറുകയാണ്, എനിക്ക് ആ സ്വത്ത് വേണം, ഈ സ്വത്ത് വേണം. മക്കള് പറയേണ്ടത് എന്താണെന്നറിയണോ? എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ടല്ലോ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടല്ലോ, ബാപ്പയുടെയും ഉമ്മയുടെയും സ്വത്ത് എനിക്ക് വേണ്ട, സ്വർണം എനിക്ക് വേണ്ട, ബാപ്പയുടെ വീട് എനിക്ക് വേണ്ട, പറമ്പ് എനിക്ക് വേണ്ട, എല്ലാം നിങ്ങളെടുത്തോളൂ. ബാപ്പയുടെ പഴയ ഒരു ചെറുപ്പുണ്ട്, എനിക്ക് വേണ്ടി തഴഞ്ഞ ചെറുപ്പ്, എനിക്ക് വേണ്ടി അധ്വാനിച്ച ചെറുപ്പ്, എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ നടന്ന ചെറുപ്പ്, ആ കീറി പറഞ്ഞു മുറിഞ്ഞുപോയ ചെറുപ്പൊന്ന് എനിക്ക് തരുമോ? എനിക്കത് മതി തമ്പുരാനെ. എൻ്റെ വാപ്പയുടെ സ്മരണക്ക് വേണ്ടി ഒരു പഴയ ചെറുപ്പെങ്കിലും എനിക്ക് കിട്ടുമോ? എല്ലാം നിങ്ങളെടുത്തോളൂ. അങ്ങനെയാ മോനെ പറയേണ്ടത്. അവനാണ് യഥാർത്ഥ മോൻ. എന്നാൽ ആ മോന് പിന്നെയും മക്കളുണ്ടായാൽ, ആ മോനുണ്ടല്ലോ, അവന് വയസ്സാകുന്ന സമയത്ത് അവന്റെ മക്കളും ആ രീതിയിൽ വാപ്പയെ ഖിദ്മത്ത് ചെയ്യുമെന്നതാണ് ചരിത്രം. പറയട്ടെ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയോട് കാണിക്കുന്ന സ്നേഹം, നിന്റെ ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം നിന്റെ മക്കൾ നീ മരിക്കുന്ന സമയത്ത് നിന്നോട് കാണിക്കാതിരിക്കില്ല. നീ നിന്റെ ഉമ്മയെയും നിന്റെ വാപ്പയുടെയും കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ നീ വയസ്സാകുന്ന സമയത്ത് നിന്റെ മക്കള് നിന്റെ കണ്ണിൽ നിന്ന് രക്തം ഒലിപ്പിക്കാതെ നീ മരിക്കില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി ചെല്ലുകയാണ്. നിങ്ങളെല്ലാം കേട്ട കഥയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയേ, കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ആളില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉസ്മാൻ ഉമർ തങ്ങളെയും ആ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും അയച്ചു കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ മുഖമൂടി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ, പടച്ചവനെ,
പേടിച്ച് സ്വഹാബികൾ തിരിഞ്ഞു ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് മാ റഅയ്നാഹു ഇല്ലാ മിസ്ലൽ ഖിൻസീറിൽ അസ്വദി യാ റസൂലല്ലാഹ്, അവിടെ ഞങ്ങൾ മയ്യത്ത് കണ്ടിട്ടില്ല നബിയേ, പകരം കറുത്ത പന്നിയുടെ ശവമാണ് കണ്ടത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഓടുകയാ, സ്വഹാബത്ത് പിന്നാലെ പോവുകയാണ്. മയ്യത്ത് കാണുമ്പോൾ മയ്യത്തിന് പകരം കറുത്ത പന്നിയുടെ ശവമാണ് വീണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മോനോട് ചോദിക്കുകയാണ്, മോനെ നിന്റെ ഉപ്പ ചെയ്ത തെറ്റെന്താ? നിന്റെ ഉപ്പയുടെ സ്വഭാവം എന്താണ്? മോന് വാപ്പയുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഇരു കൈകളെയും ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, നാദാ എൻ്റെ ഉമ്മത്ത് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ശിക്ഷ ഈ ലോകത്ത് ജനങ്ങളുടെ കൺമുമ്പിൽ കൊടുക്കല്ലേ അല്ലാ. ഇങ്ങനെയുള്ള മയ്യത്ത് കാണാൻ മക്കൾക്ക് കഴിയില്ല റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു, അല്ലാഹു അതിന് ഉത്തരം നൽകുന്നു. ഒരു പക്ഷേ പുണ്യ ഹബീബെങ്കാലും ദുആ ചെയ്തിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിന്റെ പള്ളിയുടെ പരിസരത്തിൽ എത്രയോ നായ്ക്കളുടെയും പന്നികളുടെയും ശവങ്ങളെ കൊണ്ടുപോയി ദഫൻ ചെയ്യേണ്ടി വന്നിരുന്നേനെ. പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ശിക്ഷകൾ നാളെ പരലോകത്തിലേക്ക് പടച്ചറബ് നീട്ടിവെച്ചേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ എന്ത് തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിലും പടച്ചറബ് ഈ ലോകത്ത് ശിക്ഷിക്കാതെ മരിച്ചതിന് ശേഷം ഖബറിലോ നാളെ നരകത്തിലോ അല്ലാഹു ശിക്ഷിക്കും. ഒരു തെറ്റുണ്ടല്ലോ, ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിന് ഈ ലോകത്ത് റബ്ബ് ശിക്ഷ നൽകാതെ അല്ലാഹു മരിപ്പിക്കില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയാണോ? നോമനുഷ്ഠിക്കാത്തതിന്റെ ശിക്ഷയാണോ? എന്ത് ശിക്ഷയാണ് നബിയേ ഈ ലോകത്ത് തന്നെ റബ്ബ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയെയോ ഉപ്പയെയോ മനസ്സിനെ വേദനിപ്പിച്ചാൽ, അവരുടെ കണ്ണീർ ഒലിപ്പിച്ചാൽ, അങ്ങനെയുള്ള മക്കൾക്കുണ്ടല്ലോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് പടച്ചറബ് അതിന്റെ പ്രതിഫലം നൽകാതെ പടച്ചറബ് മരിപ്പിക്കില്ല. ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്നോട് വിഷമത്തിലാണോ? അവർ നിന്നോട് കോപത്തിലാണോ? നീ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അവരുടെ കണ്ണീർ ഒലിപ്പിച്ചിട്ടുണ്ടോ? എങ്കിലും മോനെ, നിന്റെ മക്കളും നിന്റെ മരുമക്കളും നിന്റെ കണ്ണിൽ നിന്ന് ചോര ഒലിപ്പിക്കാതെ പടച്ചറബ് ഈ ലോകത്തിൽ നിന്ന് പടച്ചറബ് നിന്നെ തിരിച്ചു വിളിക്കില്ലടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഉമ്മ നിന്റെ സ്വർഗമാണ്, ഉപ്പ നിന്റെ സ്വർഗമാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹവും അവരുടെ പൊരുത്തമില്ലാതെ നിനക്ക് മരിക്കാൻ കഴിയില്ല. അവരുടെ പൊരുത്തമില്ലാതെ നീയെങ്കാലും മരിച്ചാൽ നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമാണ്. ഒരു പക്ഷേ നിന്റെ ഉമ്മയും ബാപ്പയും ആരെങ്കിലും ഒരാളിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് മീസാന് കല്ലൊന്ന് തൊട്ട് പിടിച്ചിട്ടൊന്ന് സലാം ചൊല്ലിയിട്ട്, ഉമ്മ എനിക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് പൊരുത്തപ്പെടണേ എന്നൊന്ന് മീസാന് കല്ലിന്റെ അരികിൽ പോയി ഒന്ന് പൊരുത്തം ചോദിക്കണേ. നിന്റെ ഉമ്മയും ബാപ്പയും ഇന്നും ഹയാത്തിലുണ്ടോ? അവർ വയസ്സന്മാരാണോ? അവർ രോഗികളാണോ? മുട്ടുവേദനയുള്ളവരാണോ? നടക്കാൻ കഴിയാത്തവരാണോ? ജോലി ചെയ്യാൻ കഴിയാത്തവരാണോ? നീ ഭാഗ്യവാനാണോ മോനെ? അവരുടെ ഖിദ്മത്ത് ചെയ്യാൻ നിനക്ക് റബ്ബ് സൗകര്യങ്ങൾ ഒരുക്കി തന്നോ? നിന്റെ ഉമ്മയെ കുളിപ്പിച്ചോ? നിന്റെ വാപ്പയെ കുളിപ്പിച്ചോ? വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കൊടുത്തോ? അവരെ ചിരിപ്പിച്ചോ? സന്തോഷിപ്പിച്ചോ? അവരുടെ പൊരുത്തമുണ്ടാകട്ടെ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഖതീബ് ഉസ്താദ് വിളിച്ചു പറയുകയാണ്, പരസ്പരം സ്നേഹിച്ചിട്ടല്ലാതെ കോപങ്ങളുണ്ടെങ്കിൽ ദ്വേഷങ്ങളും പകയുമുണ്ടെങ്കിൽ അത് തീർത്തിട്ടില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകരുതേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിൻ്റെ നിനക്ക് 2 ഉപദേശം തന്നപ്പോ
ചെറുപ്പക്കാരാ, ഖതീബ് ഉസ്താദാ മിമ്പറിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുതുബ കഴിഞ്ഞിട്ട് ഉസ്താദാ പള്ളിയുടെ മിമ്പറിൽ താഴോട്ട് ഇറങ്ങിയ ഉടനെ നീ പോയിട്ട് നിന്റെ ഉസ്താദിന്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ അയൽവാസികളും നിന്റെ സ്നേഹിതന്മാർ നിന്റെ ബിസിനസ് പാർട്ട്ണർമാർ ഇവർക്കെയും കൈ പിടിച്ച് സലാം ചെല്ലുന്നതിന് മുമ്പ് നിന്റെ വാപ്പയെ ഒന്ന് തേടി പിടിക്കണേ. നിന്റെ വാപ്പ എവിടെയുണ്ടെന്ന് തേടി പിടിക്കണേ. എന്നിട്ട് മാത്രം വാപ്പയുടെ അരികിൽ പോകണേ. ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് വാപ്പാ, ഈ മോന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ മോന്റെ കാരണത്തിൽ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടൂ ബാപ്പാ എന്നും പറഞ്ഞിട്ട് നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉപ്പയുടെ കൈയെടുത്തിട്ട് നിന്റെ തലയിൽ വെച്ചൊന്ന് മന്ത്രിപ്പിക്കണേ. നിസ്കാരം കഴിഞ്ഞ ഉടനെയതാ കുടുംബക്കാരെയും അയൽവാസികളെയും സ്നേഹിതന്മാരെയും കാണാൻ പോകുന്നതിന് മുമ്പ് ജന്മം നൽകിയ ഉമ്മ ഉള്ള വീട്ടിലേക്കൊന്ന് ഓടണേ. ഉമ്മയുടെ കാല് പിടിച്ചിട്ട് മുത്തിയിട്ട് ഉമ്മയൊന്ന് കൂട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട്, ഉമ്മ ഈ മോന്റെ വക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടണേ ഉമ്മ എന്ന് ഉമ്മക്കൊന്ന് സലാം ചെല്ലണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ചെറുപ്പക്കാരാ, ജീവിതത്തിന് വിലയുണ്ട്. അത് നാശമാക്കാനുള്ളതല്ല. ജീവിതത്തിന് വിലയുണ്ട്, അത് പവിത്രമായതാണ്. ഉമ്മയും വാപ്പയും തിരിച്ചറിയണേ. മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ നോക്കണേ. ആവാൻ വേണ്ടി ശ്രമിക്കണേ. നിസ്കാരം ഖളായി പോകരുത്. അവ്വൽ വക്തിൽ പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണേ. വീട്ടിൽ ഒരു ദിവസം പോലും സൂറത്തുൽ വാഖിയായും അതേപോലെ സൂറത്തുൽ മുൽക്കും കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടാകരുതേ. തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവുണ്ടാക്കണേ. എന്ത് ജോലിയിലേക്ക് പോകുന്ന സമയത്തും ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് ജോലിയിലേക്ക് പോകണേ. വൈകുന്നേരമാകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണേ. ഉമ്മയുടെ മുഖം നോക്കുന്നത് ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, 3 കാര്യം കാണൽ ഇബാദത്താണ്. ഒന്ന് അല്ലാഹുവിന്റെ കഅബാലയം കാണൽ ഇബാദത്താണ്. പടച്ചറബിന്റെ ഖുർആൻ നോക്കൽ ഇബാദത്താണ്. ജന്മം നൽകിയ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖം നോക്കൽ ഇബാദത്താണ്. കഅബയെ കണ്ട പോലെയാണ് നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖം നോക്കൽ. ഖുർആൻ കണ്ടതുപോലെയാണ് നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖം നോക്കൽ. അങ്ങനെ ഉമ്മയുടെയും ബാപ്പയുടെയും ഖിദ്മത്ത് ചെയ്ത് ഉമ്മയുടെയും ബാപ്പയുടെയും സ്നേഹമുള്ള മോനാവാൻ, സ്നേഹമുള്ള മോളാവാൻ വേണ്ടി ശ്രമിക്കണേ. ആലിമീങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട്, നാട്ടിന്റെ നേതാക്കന്മാർ പറഞ്ഞത് അനുസരിച്ചിട്ട് മരിക്കുന്നത് വരെ റബ്ബിന്റെ പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യുന്ന ആളാവാൻ വേണ്ടി ശ്രമിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ജീവിതമുണ്ടല്ലോ, ആയുസ്സുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ തീരുമടോ. മയ്യത്ത് കട്ടിൽ തയ്യാറാണ്, മീസാൻ കല്ല് റെഡിയാണ്, കുളിപ്പിക്കാൻ വെള്ളത്തിന്റെ സൗകര്യം റെഡിയാണ്, കഫൻ തുണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പടച്ചവനെ ബാങ്കും ഇഖാമത്തും കൊടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. ശ്വാസം ഒന്ന് നിലക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ശ്വാസമെങ്കിലും നിന്നാൽ പിന്നെ നിന്റെ വീട് മുറ്റത്തേക്ക് വരുന്നത് പള്ളിയുടെ മുമ്പാകത്തുള്ള പള്ളിയുടെ ചുറ്റുഭാഗത്ത് എവിടെയോ കെട്ടിപ്പിടിച്ച പൊടി നിറഞ്ഞിട്ടുള്ള മയ്യത്ത് കെട്ടിലാണ്. അത് കഴുകുന്ന പതിവില്ലടോ. പാവപ്പെട്ടവരും പണക്കാരും കടന്നു വന്നതാണ്, യാചകരും കോടീശ്വരന്മാരും കടന്ന് സഞ്ചരിച്ചതാണ്, ആണും പെണ്ണും കടന്ന് സഞ്ചരിച്ച മയ്യത്ത് കെട്ടിലാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത്. ജനങ്ങൾ വരും, അവസാനത്തൊരു നോട്ടം നോക്കും, എന്നിട്ട് 6 പള്ളിയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയിട്ട് പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് അതേപോലെ 4 തക്ബീർ ചൊല്ലിയിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് എന്റെയും നിന്റെയും ശരീരത്തിലേക്ക് 3 പിടി മണ്ണ് വലിച്ചെറിയുന്നൊരു ദിവസമുണ്ട് മോനെ. അത് ചിന്തിക്കണേ. മരണം എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയില്ല.
എൻ്റെ നാട്ടിൽ ഈയടുത്ത് 2 മരണം നടന്നു. പടച്ചവനെ, ഒന്ന് എൻ്റെ ഏണാപ്പയുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, പിന്നൊരു ചെറുപ്പക്കാരൻ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അല്ലാ, കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി കൂലിപ്പണിക്ക് പോയതാണ്. ചെറിയ 2 മക്കളുണ്ട്, അവരെ വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയതാണ്. പടച്ചവനെ, ഭാര്യ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അല്ലാ, വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ ഭാര്യ കാണുന്നത് ഭർത്താവിൻ്റെ മയ്യിത്താണ്, മക്കൾ പൊട്ടിക്കരഞ്ഞ് സ്വീകരിക്കുന്നത് ബാപ്പയുടെ മയ്യിത്താണ്. അല്ലാഹുവേ, എരുമാടിൽ ഈ മക്ബറയുടെ അരികിൽ വെച്ചിട്ട് എരുമാട് സൂഫി സഹീദ് വലിയുള്ളാഹി തങ്ങളെ ഹളറത്തിൽ വെച്ച് നടക്കുന്ന ഈ വഅലിന്റെ പരിപാടിയിൽ വെച്ചിട്ട് ഈ ഇൽമിന്റെ മജ്ലിസ് വെച്ച് ദുആ ചെയ്യുകയാണ്. നഹറാ കുക്കില ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെയും പടച്ച റബ്ബേ അലി എന്ന ചെറുപ്പക്കാരനെയും ശുഹദാഇന്റെ പ്രതിഫലം നൽകണേ അല്ലാ. മരിച്ചിട്ടും വേദന അനുഭവിച്ചവരാണ് റബ്ബേ, ഖബറിൽ അവരെ നീ വേദനിപ്പിക്കരുതേ അല്ലാ. മഹ്ശറിലും അവരെ കഷ്ടപ്പെടുത്തരുതേ അല്ലാ. അല്ലാഹുവേ, നഷ്ടപ്പെട്ടു പോയ ഭർത്താവിന് ആ ഭാര്യക്ക് സ്വർഗത്തിൽ തിരിച്ചു കൊടുക്കൂ അല്ലാ. നഷ്ടപ്പെട്ടു പോയ പടച്ച റബ്ബേ അല്ലാഹുവേ, സ്നേഹനിധിയായ വാപ്പയെ ആ 2 യതീം മക്കൾക്ക് സ്വർഗത്തിൽ നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരാ, ജീവിതം അത്രയേ ഉള്ളോ, എപ്പോൾ എവിടെ തീരുമെന്ന് പറയാൻ കഴിയില്ല. ഉള്ള ജീവിതം നന്മയിലധിഷ്ഠിതമായ ജീവിതമാവട്ടെ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ജീവിതമാവട്ടെ, ഉമ്മയുടെയും ബാപ്പയുടെയും പാദസേവ നടത്തുന്ന ജീവിതമാവട്ടെ, മരിക്കുമ്പോൾ 10 ആൾക്കാർ നല്ലവനായിരുന്നെന്ന് പറയുന്ന ജീവിതമാവട്ടെ. റബ്ബേ, നമുക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് നിന്റെ സ്വാലിഹീങ്ങൾക്ക് നൽകിയ നല്ല മരണവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.